ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4 സ്ട്രോക്ക് മിനി വീടിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആ ബോക്സിനുള്ളിലുണ്ടെന്ന് അറിയാൻ പറ്റും. അടുത്തത് ബോക്സിലുള്ള എല്ലാ മെറ്റീരിയൽസും പുറത്തെടുത്ത് വെക്കുക. അപ്പോഴായിരിക്കും ഇൻസ്റ്റലേഷൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ 4 സ്ട്രോക്ക് മിനി വീട്. ഇൻസ്റ്റലേഷൻ ആവശ്യമുള്ള എല്ലാ ടൂൾസും നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് നമുക്ക് ഡെപ്ത് റോഡ് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്വാർട്ടർ പിൻ റിമൂവ് ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ കണക്ടർ കണക്ട് ചെയ്യുക. കണക്ടർ കണക്ട് ചെയ്ത പോലെ അടുത്തത് ഡെപ്ത് റോഡ് കണക്ട് ചെയ്യാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ക്വാർട്ടർ പിൻ ഇട്ട് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് ടയർ കണക്ട് ചെയ്യാം. ടയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ ബാക്കിൽ ഒരു ക്വാർട്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ പിൻ റിമൂവ് ചെയ്തതിന് ശേഷം മെഷീനും ടയറിനും കണക്ട് ചെയ്യുന്ന മാതിരി ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്വാർട്ടർ പിൻ ഇട്ട് ലോക്ക് ചെയ്യുക. അതേപോലെ അടുത്ത ടയറും കണക്ട് ചെയ്യുക. ടയർ കണക്ട് ചെയ്തതിന് ശേഷം സേഫ്റ്റി മാറ്റ് കണക്ട് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ടയറിൻ്റെ പിന്നിലായിട്ട് സേഫ്റ്റി മാറ്റ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടയർ, ഡെപ്ത് റോഡ്, സേഫ്റ്റി മാറ്റ് എല്ലാം കണക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഹാൻഡിൽ കണക്ട് ചെയ്യാം. ഇതാണ് ഹാൻഡിൽ റോഡ്. ഹാൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. ഹാൻഡിൽ റോഡ് കണക്ട് ചെയ്തതിന് ശേഷം ഹാൻഡിൽ കണക്ട് ചെയ്യാം. ഞങ്ങൾ റൈറ്റും ലെഫ്റ്റും രണ്ടും കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഹാൻഡിൽ വെച്ച് വാഷർ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യുക. ടൂൾ കിറ്റിലുള്ള സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ഹാൻഡിലും ടൈറ്റ് ചെയ്യുക. ഹാൻഡിൽ കണക്ട് ചെയ്തതിന് ശേഷം എയർ ഫിൽട്ടർ കണക്ട് ചെയ്യാം. ഇതാണ് എയർ ഫിൽട്ടർ ട്യൂബ്. ഫസ്റ്റ് എയർ ഫിൽട്ടറിനെ ഹാൻഡിലോട്ട് കണക്ട് ചെയ്യുക. ക്ലാമ്പും സ്ക്രൂവും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യുക. എയർ ഫിൽട്ടർ ഹാൻഡിൽ കണക്ട് ചെയ്തതിന് ശേഷം എയർ ഫിൽട്ടർ ട്യൂബ് എയർ ഫിൽട്ടറിനോടും അതുപോലെ എൻജിനിൽ കാർബറേറ്റർ ഉണ്ടാവും, അങ്ങോട്ടേക്കും കണക്ട് ചെയ്യുക. സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ടാവും. അത് വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്തിട്ട് ഹാൻഡിലിൻ്റെ റൈറ്റ് സൈഡിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ക്ലാമ്പ് ലൂസ് ആക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. അടുത്തത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. അത് കഴിഞ്ഞിട്ട് മെഷീൻ്റെ അല്ലെങ്കിൽ ഹാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക.
അടുത്തതായിട്ട് ഈ വയറിനെ എഞ്ചിൻ്റെ അവിടെ ഒരു കണക്ടർ ഉണ്ടാവും, അത് വെച്ച് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്ന പോലെ. വീഡിയോയിൽ കാണുന്നവയെല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി ഓയിൽ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഓയിൽ ടാപ്പ് ഓപ്പൺ ചെയ്യണം. മാക്കിൻ്റെ മൾട്ടിഗ്രേഡ് 20W40 ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിൽ വന്നിട്ട് 100 ml ആണ് ഒഴിക്കേണ്ടത്. ഇനി എടുത്ത് പെട്രോൾ ഒഴിക്കാം. ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 2 ലിറ്റർ ആണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. പെട്രോൾ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ ഹാഫ് ബലൂൺ പോലെ ഒരു ട്യൂബ് ഉണ്ടാവും. അതൊരു 10 ടൈം പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ പൊക്കോളും. അങ്ങനെ വരുമ്പോൾ പെട്രോളും എയർ ഫിൽറ്ററിനും ഫ്ലുവൻസി അധികമാവും. അങ്ങനെ വരുമ്പോൾ മെഷീൻ നന്നായിട്ട് റൺ ആവുകയും ചെയ്യും. അടുത്ത് ചോക്ക് ഓൺ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് വലിച്ച് മെഷീൻ സ്റ്റാർട്ട് ചെയ്തോളൂ. മെഷീൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ആദ്യമേ ചെക്ക് ചെയ്തോളൂ. ഇതാണ് 4 സ്ട്രോക്ക് മിനി വീഡർ. ഇതിന് ഇൻസ്റ്റലേഷൻ നമ്മൾ കണ്ടു. ഇനി മിനി വീഡർ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. ആദ്യമേ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. പെട്രോൾ എങ്ങനെ ഓയിൽ എങ്ങനെ ഒഴിക്കാൻ നോക്കാം. 4 സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ പെട്രോൾ തനിയെ ഓയിൽ തന്നെയായിരിക്കും ഒഴിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ 1 മണിക്കൂർ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും 1 ലിറ്റർ പെട്രോൾ ഒഴിക്കണം. അതുപോലെ ഓയിൽ നോക്കുകയാണെങ്കിൽ 160 ml തൊട്ട് 170 ml വരെ ഒഴിച്ചിരിക്കണം. എന്ത് ഓയിലാണെന്ന് നോക്കുകയാണെങ്കിൽ മാക്കിന് 20W40 ഓയിലായിരിക്കും. എഞ്ചിൻ ഓയിൽ എന്തായാലും ഓരോ 10 മണിക്കൂറിന് ശേഷം മാറ്റിയിരിക്കണം. അതുപോലെ മെഷീൻ നിങ്ങൾ ആദ്യം ഓടിക്കുന്നതെങ്കിൽ 3 മണിക്കൂർ ഐഡിയലായിട്ട് റൺ ചെയ്തിരിക്കണം. അങ്ങനെ മെഷീൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂറിൽ 10 to 15 മിനിറ്റോളം മെഷീന് റെസ്റ്റ് കൊടുക്കണം. അടുത്തത് നോക്കുകയാണെങ്കിൽ എയർ ഫിൽറ്റർ. ഇതിനുള്ളൊരു സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടാവും. അതെടുത്തിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൽ മുക്കി ക്ലീൻ ചെയ്യുക. 6 മണിക്കൂർ ഒരിക്കൽ. അടുത്തത് ഗിയർ ഓയിൽ എങ്ങനെ ഒഴിക്കാൻ നോക്കാം. ആദ്യത്തെ 5 മണിക്കൂർ നേരത്തേക്ക് ഗിയർ ഓയിൽ ഒഴിക്കേ വേണ്ട. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് തരുമ്പോൾ ഗ്രീസ് വെച്ചായിരിക്കും തരുന്നത്. മെഷീൻ 5 മണിക്കൂർ തോട്ടത്തിൽ റൺ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഗിയർ ബോക്സിൽ മാക്കിൻ്റെ 140 ഓയിൽ 200 ml ഒഴിക്കുക. ഇതിന് ശേഷം ഓരോ 30 മണിക്കൂറിലും ഇത് ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. അടുത്തത് ഈ മിനി വീഡറിനെ വെച്ചിട്ട് 1-2 അടിയിൽ കളയെടുക്കാം. ചെറിയ കൃഷിത്തോട്ടങ്ങളിലൊക്കെ കളയെടുക്കാൻ പറ്റുന്നതായിരിക്കും. കളയെടുക്കുന്ന സമയത്ത് ടയർ റിമൂവ് ചെയ്തിട്ട് കളയെടുക്കുക. എന്നാലേ മെഷീൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തോളൂ. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സൈഡിലൊരു നിപ്പിൾ ഉണ്ടാവും. അതൊരു 10 ടൈംസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് റീകോയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ റീകോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആവും. അതുപോലെ എയർ ഫിൽറ്റർ ലോക്ക് ആവുകയും ചെയ്യും. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. എന്തായാലും എയർ ഫിൽറ്റർ ക്ലീൻ ആക്കിയിരിക്കണം. അതുപോലെ കല്ല്, റോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും മെഷീൻ വെച്ച് ഓടിക്കാൻ പാടില്ല. മെഷീൻ ഐഡിയലായിട്ട് റൺ ചെയ്തിരിക്കണം. അതുപോലെ 1 മണിക്കൂറിൽ 10 to 15 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനിയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.